നമസ്കാരം. 10 വർഷത്തോളമായി ഭിന്നശേഷിക്കാരുടെ സാമൂഹ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ അബ്ബാസ് അലിയാണ് ഇന്ന് കേരള പച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. ഒരു മേഖലയിലേക്ക് സാറ് വരാനുണ്ടായുള്ള ഒരു പ്രചോദനം എന്താണ്? ഞാൻ യഥാർത്ഥത്തിൽ ഒരു സാധാരണ അധ്യാപകനായിട്ട് സർവീസിൽ കയറുകയും പിന്നീട് അതിനുശേഷം പഠനത്തിലൂടെ കുറച്ച് മുന്നോട്ട് വരികയൊക്കെ ചെയ്തു. മലയാള സാഹിത്യമായിരുന്നു എൻ്റെ വിഷയം. മലയാള സാഹിത്യത്തിലാണ് ആദ്യത്തെ എൻ്റെ ഡോക്ടറേറ്റും ഒക്കെ ഉള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് സർവ്വശിക്ഷാ അഭിയാൻ്റെ ജില്ലാ പ്രോഗ്രാം ഓഫീസറും പ്രോജക്റ്റ് ഓഫീസറൊക്കെ ആയിട്ടിരുന്നൊരു കാലമുണ്ട്. അവിടെ നിന്ന് രണ്ട് അനുഭവങ്ങളുണ്ടാകുന്നത്, ഒന്ന് വീടുകളിൽ കിടപ്പിലായ കുട്ടികളെ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്നതിന് വേണ്ടിയുള്ള റിസോഴ്സ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. അന്ന് റിസോഴ്സ് ടീച്ചേഴ്സ് എന്നാണ് അവർ പറയുന്നത്, BRCയിലുള്ള. അപ്പോൾ അവർക്ക് ആഴ്ചയിലാകെ 2 ദിവസമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കാനുള്ളത്. ഒരു ദിവസം വീടുകളിൽ പോയി കുട്ടികളെ നോക്കുന്നു, മറ്റൊരു ദിവസം ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരുടെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ നടത്തുന്നു. അപ്പോൾ ഓരോ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്കും അന്ന് 2 കുട്ടികളെ വീതമാണ് നോക്കാനുള്ളത്. മിക്കവാറും ആഴ്ചയിലൊരു ബുധനാഴ്ച അവരുടെ ഒരു യാത്രാ സൗകര്യമൊക്കെ പരിഗണിച്ചാണ് ഈ കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ ഇടപെടൽ നടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ. അങ്ങനെ അംഗനവാടികളുടെയും കുടുംബശ്രീയുടെയും ഒക്കെ ഒരു പിന്തുണയോട് കൂടി ഈ അന്വേഷണം നടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇതൊന്നുമല്ല നമ്മൾ ഈ പുറത്തേക്ക് കാണുന്നതെന്നല്ല ഇതിൻ്റെ എണ്ണം എന്നുള്ളത്. അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ അന്നത്തെ ഞങ്ങൾ നടത്തിയ പൂർണ്ണമായി ശാസ്ത്രീയമെന്ന് പറയാൻ പാടില്ലാത്തൊരു സർവേ, ഹൗസ് ടു ഹൗസ് സർവേ നടത്താൻ മാത്രമുള്ള ആൾബലം നമുക്കില്ലാത്തതുകൊണ്ട് ഉള്ള മെഷീനറി വെച്ചിട്ടുള്ള ആണ് അന്വേഷണം നടത്തിയത്. ഏതാണ്ട് 2000-ഓളം കുട്ടികൾ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഫിസിക്കലി മെൻ്റലി ഗുരുതരമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഏറെക്കുറെ വീടുകളിൽ കിടപ്പിലാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തുന്നത്. ഇത് കുറച്ചൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. അപ്പോൾ സ്വാഭാവികമായും എന്നാൽ ഈ കുട്ടികളുടെ വ്യക്തിപരമായ വിവരങ്ങളെടുത്തു. എണ്ണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓരോ കുട്ടിക്കും എന്താണ് പ്രശ്നങ്ങളുള്ളത്, എന്തൊക്കെ പരിഹാരങ്ങൾ സാധ്യമാണ് എന്ന രീതിയിലാണ് എടുത്തത്. അത് ചില കാര്യങ്ങളിൽ മൊബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ ചില സർജറി നടത്തിയാൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനത്തെ ചില കേസുകളിൽ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേസമയം ഗുരുതരമായ പ്രശ്നമുള്ള കുട്ടികളുണ്ട്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്, അത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓരോ പഞ്ചായത്തിലും എത്ര പേരുണ്ടോ ആ ഓരോരുത്തരുടെയും പ്രൊഫൈൽ തയ്യാറാക്കി എന്നിട്ട് പഞ്ചായത്തിന് കൈമാറി. കോഴിക്കോട് ജില്ലയിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി തലത്തിലുള്ള ആളുകളൊക്കെ വിളിച്ചു. മീഡിയകളുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു. ഒരു വലിയ പരിപാടിയായിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ് നടത്തിയത്. അവിടെ വെച്ച് നമ്മൾ ഓരോ പഞ്ചായത്തിനും റിപ്പോർട്ടുകൾ കൈമാറി. നിങ്ങളുടെ പഞ്ചായത്തിൽ ഇന്ന വാർഡിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ ഇതാണ്. അതിനകത്ത് പഞ്ചായത്തിന് അടുത്ത പദ്ധതി തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പം അന്ന് നമ്മുടെ ധാരണയിലുള്ള നമുക്ക് പഞ്ചായത്തിന് ഒരുപക്ഷെ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ നിർദ്ദേശിച്ചത്. ഉദാഹരണം പറഞ്ഞാൽ പഞ്ചായത്തിന് ഒരുപക്ഷെ ഒരു CP ബാധിച്ചൊരു കുട്ടിയാണ്, പഠനത്തിന് കുട്ടിക്ക് എഴുതാനാണ് പ്രയാസം, വേണമെങ്കിൽ ഒരു ലാപ്ടോപ്പ് കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും. നേരിട്ട് പഞ്ചായത്തിന് പദ്ധതി ഇല്ലെങ്കിൽ പോലും പഞ്ചായത്ത് മുൻകൈ എടുത്താൽ ആരെക്കൊണ്ടെങ്കിലും കൊടുപ്പിക്കാനെങ്കിലും സാധിക്കും. വീൽ ചെയർ ആവശ്യമുള്ള കുട്ടികളുണ്ട്, ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ വീൽ ചെയർ കൊടുക്കുന്നുണ്ട് പഞ്ചായത്തൊക്കെ. പക്ഷേ വീൽ ചെയർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുമോ നമ്മൾ നോക്കിയിട്ടില്ല. വീടിനകത്ത് ഈ വീൽ ചെയർ മൂവ് ചെയ്യണമെങ്കിലും വീട്ടിനകത്തുള്ള കട്ടിലപ്പടികളും ഒക്കെ ഇതിന് തടസ്സമാണ്. അപ്പോൾ അതനുസരിച്ച് വീടിനകത്തൊരു മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. ചില നടക്കാൻ പ്രയാസമുള്ള കുട്ടികളെ സംബന്ധിച്ചോളം വീട്ടിൽ ഹാൻഡ് റെയിൽ ചെയ്താൽ അതിൽ പിടിച്ച് കുട്ടിക്ക് നടക്കാൻ പറ്റും, ബാത്റൂമിൽ പോകാൻ പറ്റും. ടോയ്ലറ്റിലേക്ക് ഇരിക്കാനുള്ള രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ അതിൽ പിടിച്ചിട്ട് ബാറുകളിൽ കുട്ടിക്ക് ഇരിക്കാം. അതിനൊക്കെ പകരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പഞ്ചായത്തിന് ഇടപെടാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇതൊന്ന് സോഷ്യൽ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അന്നൊരു ഡോക്യുമെൻ്ററി ചെയ്തു. തനിയെ എന്ന പേരിൽ ഇത്തരത്തിലുള്ള കിടപ്പിലായ കുട്ടികളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ചെയ്തു. അത് കുറേ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചു. പിന്നീട് ചെയ്തത് വീടുകൾ കേന്ദ്രീകരിച്ചിട്ട് ഈ കുട്ടിയെ യഥാർത്ഥത്തിൽ ആർക്കും അറിയില്ല. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം ഒന്നുകിൽ വീട്ടുകാർ ഒളിപ്പിച്ചു വെക്കും, അല്ല എങ്കിൽ നമ്മുടെ സമൂഹം ഇവരുടെ ഒരു പ്രസൻസിനെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കല്യാണം വിളിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരാളും ബോധപൂർവ്വം പറയുന്നില്ല, നിങ്ങൾ എന്തായാലും വരുമ്പോൾ ആ വയ്യാതെ കിടക്കുന്ന കുട്ടിയെയും കൂടി എങ്ങനെയെങ്കിലും കൊണ്ടുവരണം കേട്ടോ എന്നൊരിക്കലും പറയുന്നില്ല. വീട്ടുകാരും അതിന് തയ്യാറാവുന്നുമില്ല. കാരണം എക്സ്പോഷറാണല്ലോ മനുഷ്യനെ വളർത്തുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഫിസിക്കലി ചാലഞ്ചറായിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ മെൻ്റലി ചാലഞ്ചറായിട്ടുള്ള ആളുകൾ കൂടുതൽ അനുഭവങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകും. കാരണം അവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ല, അവർ തിരക്കുകളിൽ വരുന്നില്ല, അവർ പാർക്കിൽ പോകുന്നില്ല. അങ്ങനെ വരുന്നതോടുകൂടി സ്വാഭാവികമായും അവരുടെ എക്സ്പോഷർ വീണ്ടും കുറയുകയും അവരുടെ അനുഭവങ്ങൾ വീണ്ടും കുറയുകയും അവർ കൂടുതൽ പുറകോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു കാര്യം, അന്വേഷിച്ചു എത്ര ആളുകൾക്ക് അറിയാം ഇങ്ങനൊരു കുട്ടി വീട്ടിലുണ്ട് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടെത്തിയ കൗതുകരമായൊരു കാര്യം, ഒരു 5-6 അപ്പുറത്തുള്ള വീട്ടുകാർക്ക് പോലും അറിയില്ല കഴിഞ്ഞ 14 വർഷമായി ഇങ്ങനെ ഒരു കുഞ്ഞ് ആ വീട്ടിൻ്റെ ഒരു മുറിയിൽ അത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത്.
അത്ര കേസുകളുണ്ട്. പഞ്ചായത്ത് മെമ്പർ നാട്ടിലെല്ലാവരും അറിയുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പല മെമ്പർമാരും വീട്ടുമുറ്റത്ത് വന്നിട്ട് അന്നേരമാണ് അവരുടെ കണ്ണ് നനയുകയും അവർ പറയുകയും ചെയ്യുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞ് വീട്ടിനകത്ത് കിടക്കുന്നുണ്ട്, അത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളത്. പോസ്റ്റ്മാൻ അറിയില്ല, ബന്ധുക്കളിൽ തന്നെ ചിലരെങ്കിലും അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ അവ്യക്തമായ ഒരു ഓർമ്മയല്ലാതെ ഈ കുട്ടിയെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ബോധപൂർവ്വം ഈ കുട്ടിയുടെ അടുത്തും ചെന്നിരുന്ന് ആ കുട്ടിയോട് സംസാരിക്കാനൊന്നും മെനക്കിടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചയിൽ നിന്നാണ് ഒന്ന് ഈ രംഗത്തേക്ക് വരുന്നത്. പിന്നെ അതിന് തുടർന്ന് കുറേ പ്രവർത്തനങ്ങൾ നടത്തി. സ്കൂളുകാർ ആ കാലത്തൊന്നും കുട്ടികളെ പലപ്പോഴും അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞങ്ങളുടെ ഒരു ബാധ്യതയല്ല, ഇത് മിടുക്കന്മാർക്ക് പഠിക്കാനുള്ള സ്ഥാപനമാണ് സ്കൂളിൽ നിന്ന് തെറ്റിദ്ധരിച്ച കുറേ സ്കൂളുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ നമുക്ക് കുറച്ച് ഔദ്യോഗികമായ നിർബന്ധങ്ങളൊക്കെ ചെലുത്തേണ്ടി വന്നിട്ടുണ്ട്. ഈ കുട്ടികളെയും കൂടി സ്വീകരിച്ചേ പറ്റുള്ളൂ. സ്വകാര്യ സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകളായാലും, കാരണം ആ കുട്ടി വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ഇപ്പോൾ മെൻ്റലി ചാലഞ്ചായിട്ടുള്ള ഒരു കുട്ടിയൊക്കെയാണെങ്കിൽ വന്നപ്പോൾ കുട്ടിയുടെ ബിഹേവിയറൽ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ തുടങ്ങിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഉന്നയിക്കുക. പക്ഷേ അവരോട് നമ്മൾ കുറച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം ഈ കുട്ടിക്കും കൂടി ജീവിക്കാനുള്ളതാണ് ഈ ലോകം എന്നുള്ളത് കൊണ്ട്, ഈ കുട്ടിക്കും കൂടി പഠിക്കാനുള്ളതാണ് ഈ സ്കൂൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. കുട്ടിയെ കൊണ്ട് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവാം. ആ ബുദ്ധിമുട്ട് സഹിക്കാൻ സ്കൂളും ക്ലാസ് ടീച്ചറും തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു മാർഗ്ഗം. അല്ലാതെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പെട്ടെന്ന് വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനെ സ്കൂളുകളിൽ ശ്രദ്ധാലയം എന്നൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ട് ഈ കുട്ടികളെ മുഴുവൻ സ്കൂളുകളുമായി അറ്റാച്ച് ചെയ്തു. ചിലയിടത്തെങ്കിലും നമ്മളെടുത്ത ഒരു സ്റ്റാൻഡ്, ഈ എല്ലാ കുട്ടിയും എല്ലാ ദിവസവും സ്കൂളിൽ ചെല്ലണമെന്ന് വാശി പിടിച്ചാൽ ഈ കുട്ടികൾ പലരും സ്കൂളിൽ പോകില്ല. അവർക്ക് ചിലപ്പോൾ 2-3 ദിവസം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിലപ്പോൾ പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചില കുട്ടികളെ സംബന്ധിച്ചോളം അവർ രാവിലെ സ്കൂളിൽ പോയിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് മടുക്കും. പ്രത്യേകിച്ചും CP ബാധിച്ച കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി പോസ്ചറൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ചുള്ളൊരു ഫർണിച്ചറൊന്നുമല്ല സ്കൂളിലുള്ളത്. ഒരു CP ചെയറാണെങ്കിൽ പോലും നന്നായി ബെൽറ്റ് ചെയ്ത് കുട്ടിയുടെ ബോഡി പോസ്ചർ കറക്റ്റ് ചെയ്താൽ മാത്രമേ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റൂ. പക്ഷേ ആ ഇരിപ്പിൽ നിന്ന് കുട്ടിക്ക് ഇടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനൊക്കെ അതിനുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് 1-2 മണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷം പല കുട്ടികൾക്കും തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി രക്ഷിതാവോ ആരെങ്കിലും ഒരാൾ കൂടെ വേണ്ടി വരും. അതൊരു പ്രയാസം. മാത്രമല്ല സ്കൂളുകൾക്ക് ആദ്യമൊക്കെ ഒരു ശാഠ്യം ഉണ്ടായിരുന്നു, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടിയും എല്ലാ ദിവസവും വരണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കണം എന്നൊക്കെയായിരുന്നു. പിന്നെ അവരെ കുറച്ചൊക്കെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അങ്ങനെയാണ് അതിലൊരു മാറ്റം വരുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് ആദ്യമായിട്ട് ഞങ്ങൾ കോഴിക്കോട് അന്നത്തെ സർവ്വശിക്ഷാ അഭിയാൻ്റെ നേതൃത്വത്തിൽ CDRC എന്ന പേരിൽ ഒരു ഓട്ടിസം സെൻറ്റർ ആരംഭിക്കുന്നത്. അന്ന് ഓട്ടിസം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പലയിടത്തും വായിച്ച് കേട്ട ചെറിയ അനുഭവങ്ങളെ നമുക്കുണ്ടായിരുന്നുള്ളൂ. 29 പേരാണ് നമ്മുടെ കണക്കിൽ അന്ന് ജില്ലയിൽ ഓട്ടിസ്റ്റിക് കുട്ടികളുള്ളത്. പക്ഷേ ഓട്ടിസം സെൻറ്റർ നമ്മൾ തുറന്ന് ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴേക്ക് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും എണ്ണം 100ഓളം പേര് ആ ഓട്ടിസം സെൻറ്ററിൽ തന്നെ വരികയും പിന്നെ റീജിയണലായിട്ട് കോഴിക്കോട് ജില്ലയിൽ വീണ്ടും പല സ്ഥലത്തായിട്ട് ഓട്ടിസം സെൻറ്ററുകൾ ആരംഭിക്കുകയും ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് നമ്മളിതിൻ്റെ എണ്ണവും ഇതൊക്കെ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് അന്ന് ഞങ്ങൾ കാര്യങ്ങൾ കാണുന്നത്. ഇന്നിപ്പോൾ സത്യത്തിൽ ഞാൻ കുറേയും കൂടി രക്ഷാകർത്താക്കളുടെ ഭാഗത്തും അതിൻ്റെ സാമൂഹ്യ കാര്യങ്ങളിലുമാണ് കൂടുതൽ ഊന്നുന്നത്. വിദ്യാഭ്യാസത്തിലല്ല ഇപ്പോൾ തൽക്കാലം ജോലി ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടും കൂടിയാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ രംഗത്ത് അനുഭവങ്ങൾ കൊണ്ട് ഇത്തരം കുട്ടികളെ കണ്ട്, ഇത്തരം രക്ഷിതാക്കളെ കണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കണ്ട് നമ്മൾ ഇടപെടൽ ഒരുപാട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വലിയ വിസിബിലിറ്റി ഇവർക്ക് വന്നിട്ടുണ്ട്. ഇവരെക്കുറിച്ചുള്ള കണക്കുകൾ ശേഖരിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകളും മറ്റുമൊക്കെ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ തന്നെ നമുക്കറിയാവുന്ന കുറേയേറെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിന് കുറേയും കൂടി മുന്നോട്ട് പോകാനുണ്ട്. ആ ഒരു മുന്നോട്ട് പോക്കലിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾക്കിടെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ മെൻ്റലി ചാലഞ്ചറായിട്ടുള്ള കുട്ടികളെ സാധാരണ സ്കൂളിൽ കൊണ്ടുവന്ന് നിർത്തിയതുകൊണ്ട് മാത്രം അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അന്വേഷണം. അവരുടെ സോഷ്യലൈസേഷനെ കുറിച്ചായിരുന്നു അന്വേഷണം. അത് ഒരു ഗവേഷണ വിഷയമായിട്ട് ഏറ്റെടുത്തു. രണ്ടാമതൊരു PhD ആ ഒരു മേഖലയിൽ ചെയ്തു. രക്ഷിതാക്കളുമായിട്ട് ധാരാളമായിട്ട് പല അവസരങ്ങളിലും സംസാരിച്ചു. അങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാതൊരു ആക്ടിവിസ്റ്റായി ഈ മേഖലയിൽ വന്നു എന്നുള്ളതാണ് സംഭവിച്ചത്. പക്ഷെ എനിക്കിപ്പോ അതൊരു പുതിയ അറിവാണ്. കാരണം ഈ സർക്കാർ ഇത്രയും വർഷങ്ങള് ഗവൺമെന്റിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ എന്റെ നാട് തൃശ്ശൂരാണ്. നമുക്ക് ഭാനു ടീച്ചർ, അമ്മ, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് അറിയുള്ളൂ. അവിടെയും പരിമിതികൾ ഉണ്ടായിരുന്നു. ടീച്ചർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ അന്ന് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ടീച്ചർക്ക്. അപ്പം സാർ ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ. തുടക്കത്തിലുണ്ടായിരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു സാറിനെ സംബന്ധിച്ച്? തുടക്കത്തിൽ എന്ന് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചോളം അതിനകത്തൊരു എൻ്റെ ഒരു തോന്നൽ ഇപ്പോഴും പ്രശ്നം നമ്മളൊരു കുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു രീതികളിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഈ പറയുന്ന 21 കാറ്റഗറി എന്ന് പറയുന്ന RPWD ആക്ട് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെല്ലാം സ്കൂളിൽ വരുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. എല്ലാ കുട്ടികളെയും സ്കൂളിൻ്റെ ക്യാമ്പസിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത്. അതിനോട് രക്ഷിതാക്കൾക്കും അനുകൂലമായൊരു മനസ്സുണ്ടായി. ഭരണാധികാരികൾ അത് മനസ്സിലാക്കി. പിന്നെ പലരും വായനയിലൂടെയൊക്കെ ലോകത്ത് മുഴുവൻ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. പുറത്തൊക്കെ ആളുകൾ പോയപ്പോൾ, വിദേശത്തൊക്കെ പോയപ്പോൾ അവരിത്തരം സ്ഥാപനങ്ങൾ കണ്ടു. അങ്ങനെ കുറേ അനുകൂല ഘടകങ്ങൾ കൊണ്ടാണ് അത് മാറി വന്നത്. പക്ഷേ നമുക്കിപ്പോഴും അറിഞ്ഞൂടാ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇവരെ ഇൻക്ലൂസീവ് ആക്കുക എന്നുള്ളത്.
ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച സ്ഥാപനങ്ങൾ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നതാണ്. സ്പെഷ്യൽ സ്കൂളുകളായിരുന്നു ഒരു കാലത്ത് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. കാരണം ഒന്നാമത് അത്തരം 10 കുട്ടികളെ മാത്രം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്പെഷ്യൽ സ്കൂളിൽ കുറച്ച് കഴിയുന്നതോടുകൂടി അവിടുത്തെ അധ്യാപകർക്കോ അല്ലെങ്കിൽ അവിടെ വരുന്ന രക്ഷിതാക്കൾക്കോ ഒന്നും വലിയൊരു പ്രതീക്ഷയില്ലാതാവും. കാരണം എല്ലാ കുട്ടികളും എന്തൊക്കെ ചെയ്തിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. എന്നാൽ ഈ കുട്ടി ജീവിക്കേണ്ടത് പൊതുസമൂഹത്തിലാണ്, ഇവർക്കിടയിൽ മാത്രമല്ലല്ലോ. അപ്പോൾ പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് അവരോട് ഇടപെടാൻ പഠിക്കുക. അവരൊരു പക്ഷേ കളിയാക്കും. പണ്ടൊക്കെയുള്ള രീതിയിൽ ഇപ്പോൾ കളിയാക്കലോ കുറവാണ് എങ്കിൽ പോലും ചില കുട്ടികൾ കളിയാക്കുകയോ ഇവരെ അവഗണിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷേ അതിനോടൊക്കെ കുട്ടി പൊരുത്തപ്പെടേണ്ടതുണ്ട്. കാരണം എനിക്ക് ഇത്തരത്തിലുള്ള ചില പരിമിതികളുണ്ട്, പോരായ്മകളുണ്ടെന്ന് കുട്ടിയും പൊരുത്തപ്പെടേണ്ടതുണ്ട്, രക്ഷിതാവും പൊരുത്തപ്പെടേണ്ടതുണ്ട്. എന്നാൽ അത് സമ്മതിച്ചു കൊടുത്ത് ജീവിക്കുകയല്ല, അതിനെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരു പരിമിതിയായിട്ട് എനിക്ക് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ളത്, നമ്മൾ ഇത് മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെന്ന് പറയുന്ന അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെന്ന് പറയുന്നതൊന്നും ഒരു തരമല്ല. ഇവർ ഓരോ കുട്ടിയുടെയും പ്രശ്നം വ്യത്യസ്തമാണ്, സാഹചര്യം വ്യത്യസ്തമാണ്, കഴിവുകൾ വ്യത്യസ്തമാണ്. അങ്ങനെ ഓരോ കുട്ടിയെയും വ്യത്യസ്തമായി വിലയിരുത്തിയിട്ട് ഈ കുട്ടിക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്, ഇന്ന ചികിത്സയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന മരുന്നാണ് വേണ്ടത്, ഇന്ന തെറാപ്പിയാണ് വേണ്ടത്, ഇങ്ങനെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുന്നൊരു രീതി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ വന്നിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ നിന്നുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്. അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ ധാരാളമായി വന്നു. ഒരുപാട് ഈ മേഖലയിലെ വിദഗ്ധർ പഠിച്ചിറങ്ങുന്നുണ്ട്. ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേയേറെ ആളുകളൊക്കെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ധാരാളം സൈക്കോളജി മേഖലയിൽ ഒത്തിരി പേര് ചെറുപ്പക്കാർ സൈക്കോളജി ഒരു പഠന വിഷയമായിട്ട് എടുക്കുന്നുണ്ട്. അതിനകത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രി പഠിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികൾക്കുള്ള പിന്തുണ കിട്ടാനുള്ള സാഹചര്യം കൂടി വരുന്നുണ്ട്. മുമ്പ് പലപ്പോഴും നമ്മൾ ഓരോ കുട്ടിയെയും വിലയിരുത്തണം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സം, ആരുണ്ട് ഇതിനെ ഇത്രയും ഓരോ കുട്ടിയെയും ഇങ്ങനെ വിലയിരുത്തിയിട്ട് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ എന്നൊക്കെ പറയുന്നത് തയ്യാറാക്കുന്നതിന് ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് സത്യത്തിൽ അതിന് കുറേയൊക്കെ ആളുകളുണ്ട്. അങ്ങനെ ഒരു താല്പര്യത്തിലേക്ക് ഇങ്ങോട്ട് വരണം. സ്കൂളുകൾ വരണം, ഗ്രാമപഞ്ചായത്തുകൾ വരണം, നമ്മുടെ മൊത്തം സംവിധാനങ്ങളൂടി വരണം. ആ ഒരു മേഖലയിൽ ഈ കാലത്തിൻ്റെ ഇടയിലുണ്ടായ പുരോഗതികളൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. വലിയ തരത്തിലുള്ള സോഷ്യൽ സെൻസിറ്റൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും. ഇപ്പോൾ സമഗ്ര ശിക്ഷയുടെ നേതൃത്വത്തിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന SSA എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പേര് മാറിയെങ്കിൽ പോലും അതിൻ്റെ പ്രവർത്തനത്തിൽ ഇതിന് ധാരാളം സ്പേസ് വന്നിട്ടുണ്ട്. BRCകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഓട്ടിസം സെൻറ്ററുകൾ വളരെ വ്യാപകമായി. ഓട്ടിസം കേസ് എന്ന് പറയുന്നത് എണ്ണത്തിൽ കൂടിയത് കൊണ്ടല്ലത്. കഴിഞ്ഞ കാലം കൊണ്ട് ഓട്ടിസം കേസുകളുടെ എണ്ണം കൂടിയതല്ല. പക്ഷേ ഓട്ടിസം എന്നൊക്കെ പറയുന്നത് അതിനു മുമ്പ് നമ്മൾ അങ്ങനെ തിരിച്ചറിഞ്ഞില്ല. നമ്മളതൊരു മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ പോലെ തന്നെയാണ് അതിനെ കണ്ടിരുന്നത്. ബുദ്ധിപരിമിതി മാത്രമായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കെയർ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് ഓരോ കുട്ടിക്കും കൃത്യമായ സമയത്ത് അതിൻ്റെ പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് അതാണ് നമ്മുടെ ഒരു പരിമിതിയായിട്ട് പറയാനുള്ളത്. സാറ് ഈ കരിയർ ഇങ്ങനെ ഒരു കരിയർ ആരംഭിക്കുന്നത് ഏത് വർഷത്തിലാണ്? ഞാൻ ഒരു 10 വർഷമൊക്കെയാണ് സജീവമായിട്ട് ഞാനിപ്പോൾ ഈ മേഖലയിലുള്ളത്. എൻ്റെ ഗവേഷണവും അതുപോലെ തന്നെ ഇടപെടലൊക്കെ. അതിനു മുമ്പെയാണ് ഈ കുറച്ച് കാര്യങ്ങളിൽ ഈ തിരിച്ചറിവുണ്ടാവുന്നത്. സമഗ്ര ശിക്ഷയുടെ പ്രോജക്റ്റിൽ കോഴിക്കോട് ജോലി ചെയ്തിരുന്ന സമയത്താണ് നേരിട്ട് ധാരാളം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ അന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഈ മേഖലയിൽ ഇടപെടുന്ന ആളുകളുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് സത്യത്തിൽ ഞാൻ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് പഠിച്ചു തുടങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ആഴം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് രക്ഷിതാക്കളോട് ഇടപെടുമ്പോഴാണ്. കാരണം നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ പ്രതീക്ഷിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം വളരെ വലുതാണെന്ന് മനസ്സിലാവുക രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോഴാണ്. രക്ഷിതാക്കൾക്കുള്ള ഒരു ബോധവൽക്കരണം, അത് അല്ലെങ്കിൽ അധ്യാപകർക്കുള്ള ബോധവൽക്കരണം അത് എത്രത്തോളം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം എന്ന് പറയുന്നത് 2 തരത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം അധ്യാപകരെ സംബന്ധിച്ചോളം പലർക്കും അവർക്കിതിൻ്റെ നേരെ അനുഭവങ്ങളില്ല എങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാവാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. കാരണം ഇത്തരത്തിലുള്ളൊരു കുട്ടി വീട്ടിലോ കുടുംബത്തിലോ അനുഭവത്തിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് അതിലേക്ക് തുറക്കുന്ന വേറൊരു കണ്ണാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് പലപ്പോഴും അറിയാതെ നമ്മുടെ സ്കൂളുകളൊക്കെ വളരെ മെച്ചപ്പെടുകയും പഠന നിലവാരത്തിൽ കൂടുതൽ മെച്ചപ്പെടുകയും എല്ലാവരും 100% കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ കണ്ണ് തുറക്കാൻ സാധ്യത കുറവാണ്. കാരണം ഈ കുട്ടി ആ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ യാത്ര ചെയ്യാൻ മാത്രമുള്ള വേഗതയുള്ള കുട്ടിയല്ല. ഈ കുട്ടിയുടെ വേഗതയിലേക്ക് കാര്യങ്ങളെ മാറ്റി ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അത് മനസ്സിലാവില്ല. അധ്യാപകർക്ക് പരിശീലനങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ അവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. കുറേ അധ്യാപകർ അതനുസരിച്ച് കുട്ടികളോട് പെരുമാറുന്നുണ്ട്. പക്ഷേ മൊത്തം സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ അധ്യാപകരും ഈ തരത്തിൽ സ്കൂളിൽ വരുന്ന കുട്ടിയോട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ അവരെ പഠിപ്പിച്ചു കൊടുക്കാനൊന്നും നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അതത്ര എളുപ്പമല്ല. കാരണം വളരെ വൈവിധ്യമുള്ള ഒരേ ക്ലാസ്സിൽ തന്നെ വൈവിധ്യമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികൾ
ഇപ്പോൾ അതെ 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 പലതരത്തിലുള്ള കുട്ടികളുള്ളതുകൊണ്ട് പ്രയാസം ഉണ്ടാവും. അതെ 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 ഉണ്ട്. അതേസമയം രക്ഷാകർത്താക്കളുടെ ബോധവൽക്കരണം എന്ന് പറയുന്നത് സത്യത്തിൽ അത് മറ്റൊരു കാര്യമാണ്. കാരണം രക്ഷാകർത്താവിനെ പലപ്പോഴും അങ്ങനെ ആരും ബോധവൽക്കരിക്കാൻ ചെല്ലേണ്ടതില്ല. ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയുള്ള രക്ഷാകർത്താവിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ 14 വർഷമായി അവരിതിനകത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് കാരണമെന്നുള്ളതിനെക്കുറിച്ച്, എന്ത് പരിഹാരമുണ്ടെന്നുള്ളത് പലപ്പോഴും പല തെറാപ്പി സെൻ്ററിൽ ചെല്ലുന്നുണ്ട്, പലരുടെയും ചികിത്സയ്ക്കൊക്കെ വേണ്ടി അവർ ചെല്ലുന്നുണ്ട്. ചില ചികിത്സാ രീതികൾ ചിലപ്പോൾ അശാസ്ത്രീയമായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും അവർ നന്നായി പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഒക്കെ വഴി അവർക്ക് ധാരാളം വിവരങ്ങൾ കിട്ടും. മാത്രമല്ല ഇത്തരം പാരൻസിൻ്റെ ഗ്രൂപ്പ് സജീവമാണ്. അതാണ് അതിനുള്ളൊരു വലിയ മാർഗ്ഗം. അതാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അവരുടെ സപ്പോർട്ട് സ്വയം സഹായിക്കുന്ന ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം മെൻ്റലി ചാലഞ്ചറായിട്ടുള്ള കുട്ടി, അല്ലെങ്കിൽ ഓട്ടിസ്റ്റ് ബാധിച്ച കുട്ടി, അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള പ്രയാസമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും അത് ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നല്ല സംവിധാനം ഉണ്ടായാൽ കുറേ കാര്യങ്ങൾ അവർക്ക് ആശ്വാസമാകും. എന്താണ് ചില ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മറ്റു രക്ഷിതാവിന് ചിലപ്പോൾ പറയാൻ സാധിക്കും. ആ രീതിയിൽ രക്ഷാകർത്താക്കളുടെ ബോധവൽക്കരണം യഥാർത്ഥത്തിൽ അധ്യാപകരുടെ ബോധവൽക്കരണം പോലെ അല്ല നടത്തേണ്ടത്, മറ്റൊരു രീതിയിൽ നടത്തേണ്ടതാണ്. അതേപോലെ പ്രധാനമാണ് നമ്മുടെ തദ്ദേശ സർക്കാരുകളുടെ ബോധവൽക്കരണം. സത്യത്തിൽ പ്രശ്നം കണ്ടെത്താനും പരിഹരിക്കാനും സാധിക്കുക ഏറ്റവും താഴെ തലത്തിലാണ്. സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം വലിയ പദ്ധതികൾ നമുക്കുണ്ടാക്കാം, പിന്തുണകൾ കൊടുക്കാം, അതൊക്കെ കുറേ കാര്യങ്ങൾ നടന്നു. ഇപ്പം RPWD ആക്ട് വന്നു. അതനുസരിച്ച് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഭിന്നശേഷി നയമൊക്കെ ഉണ്ട്. ആ ഭിന്നശേഷി നയത്തിനനുസരിച്ചുള്ള പരിപാടികളാണ് ഉണ്ടായി വരേണ്ടത്. ആ പരിപാടി യഥാർത്ഥത്തിൽ സാധിക്കുക പഞ്ചായത്ത് തലത്തിലാണ്. ഞാനൊരു ചെറിയൊരു കണക്ക് വെച്ച് തന്നെ പറഞ്ഞാൽ ഏതാണ്ട് 8 ലക്ഷത്തോളം ഭിന്നശേഷിക്കാരാണ് കേരളത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 800-ൽ താഴെ പേരാണ് ഓരോ പഞ്ചായത്തിലുള്ളത്. ശരാശരി പറഞ്ഞാൽ ഒരു വാർഡിലൊരു 40 പേരൊക്കെയാണുള്ളത്. ആ രീതിയിൽ നോക്കിയാൽ ഈ ഓരോ ആളെയും കണ്ടെത്തിയിട്ട് ഇവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സാധിക്കുകയും അതിനകത്ത് ഘട്ടം ഘട്ടമായി ഇടപെടുകയും ചെയ്യാം. അപ്പോൾ ഒരു വിവരശേഖരണത്തിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയും, ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഒരേ കാര്യം തന്നെ പല ഏജൻസികൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു തുടർച്ച ഉണ്ടാവുന്നില്ല, പിന്തുണ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തദ്ദേശ സർക്കാരുകളുടെ പിന്തുണയോട് കൂടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് ഇപ്പം സ്പെഷ്യൽ കുട്ടികളായിട്ടുള്ള ഭിന്നശേഷി കുട്ടികള് നമ്മുടെ ഒപ്പം പഠിപ്പിക്കുകയില്ല. ഞാനൊരു അൺഎയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചത്. എന്റെ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവർക്ക് വേറൊരു സ്കൂളുകളുണ്ട്. അപ്പം അവര് ചെയ്തിട്ടുള്ള ക്രിസ്മസ് കാർഡുകളൊക്കെ നമ്മൾ വാങ്ങും. പക്ഷെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, പിന്നീട് എനിക്ക് ഒരു അനുഭവം വരണം. എന്റെ മകൻ ADHD ഉള്ള കുട്ടിയാണ്. അപ്പം ഇതേപോലെ ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അവനെ ആദ്യം ചേർത്താൻ പോയത്. പക്ഷെ അവിടെ അവനെ എടുത്തില്ല. പിന്നെ ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ അവിടുത്തെ ടീച്ചർമാർ അവനെ എന്താ പറയാ എല്ലാ കുട്ടികളെ പോലെ നോക്കുന്നു. അപ്പൊ അതൊരു പുതിയ അറിവാണ്. അയ്യോ, ഗവൺമെന്റ് സ്കൂളിൽ ഇങ്ങനത്തെ കുട്ടികളെ എടുക്കും. ഞാൻ വിചാരിച്ചത് സ്പെഷ്യൽ സ്കൂളിൽ എന്റെ മകനെ ചേർത്തേണ്ടി വരുമെന്നാണ്. അപ്പൊ ഗവൺമെന്റ് എന്റെ മകന് വേണ്ടിയിട്ട് എടുക്കണ ഇപ്പൊ അത്രയും ഒരു 4 വരെയുള്ള ആ സ്കൂള്, 4ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. പക്ഷെ അത്രയും കുട്ടികളുടെ ഇടയിലും എന്റെ മോനെ പോലെ ഞങ്ങള് ഒരു 4 കുട്ടികളുണ്ട്. പക്ഷെ ടീച്ചർമാര് അവനെ നോക്കണത് ഈ 4ാം ക്ലാസ്സിലുള്ള സാധാ കുട്ടികളെ പോലെയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ സർക്കാരുകള് ഭിന്നശേഷി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ എഫേർട്ട് അതെങ്ങനെയാണ്? അല്ല, ആ മേഖലയിൽ വലിയ വളർച്ചയുണ്ടായി. കാരണം കേരളത്തിൽ ഇപ്പോൾ നമുക്ക് മുഴുവൻ കുട്ടികളെയും സ്കൂളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. വലിയ ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള കുട്ടികളെ പഴയ ബെഞ്ചും ഡെസ്കും ഒന്നും അല്ലാതെ തന്നെ ഈ കുട്ടിക്ക് അനുയോജ്യമായ ഫർണിച്ചർ പോലും ക്ലാസ്സിലിട്ടിട്ട് പല കുട്ടികളെയും എത്തിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കുറച്ച് വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സ്കൂളിലൊക്കെ വരുന്നതിനുള്ള പ്രയാസം. മാത്രവുമല്ല, വീട്ടിൽ കിടപ്പിലായ കുട്ടികൾക്ക് ഈ ചങ്ങാതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രോഗ്രാമുകൾ SSC ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്. അങ്ങോട്ട് ചെല്ലുന്നു, വീട്ടിലേക്ക് കുട്ടികൾ ചെല്ലുന്നു. ഈ ക്ലാസ്സിലാണ് ഈ കുട്ടിയെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 20 കുട്ടികൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 21ാമത്തെയോ 22ാമത്തെയോ ചില കുട്ടികൾ, ആ രജിസ്റ്ററിലുള്ള കുട്ടികൾ പലതും പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ വീടുകളിലുണ്ട്. അപ്പോൾ അവർക്ക് ഇടയ്ക്ക് ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ വരാൻ സാധിക്കും. അല്ലാത്ത സമയങ്ങളിൽ കൂട്ടുകാർ അങ്ങോട്ട് പോകുന്നു, കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. അതൊക്കെ കുട്ടിക്ക് ഉണ്ടാക്കുന്നൊരു വലിയ സന്തോഷമുണ്ട്. കാരണം അവരെ സോഷ്യലൈസ് ചെയ്യാൻ കിട്ടുന്നൊരു അവസരങ്ങളാണ്. മാത്രമല്ല, ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് തന്നെ കുട്ടിക്ക് വീട്ടിൽ വെച്ച് കാണുന്നതിന് വേണ്ടിയുള്ള ടെലി ക്ലാസ് സംവിധാനങ്ങളും ഒക്കെ പലപ്പോഴും നടപ്പിലാകുന്നുണ്ട്. മുഴുവൻ കുട്ടികളെയും സ്കൂളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം നടന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലത്തിൻ്റെ ഇടയിലുണ്ടായ വലിയൊരു മാറ്റം. അതുകൊണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സത്യത്തിൽ പണ്ടത്തെ പോലെ കുട്ടികൾ അങ്ങനെ പുറത്ത് നിൽക്കേണ്ടി വരുന്നില്ല. മുമ്പ് സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾ പോയിരുന്നെങ്കിലും എല്ലാ കുട്ടിയും സ്പെഷ്യൽ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. കാരണം വളരെ കുറച്ച് സ്പെഷ്യൽ സ്കൂളുകളുള്ളൂ. അവിടെ പോകുന്നതിനും കൊണ്ടുവരുന്നതിനൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലരും വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിയായിരുന്നു. അതാണ് ഞങ്ങൾ അന്ന് നടത്തിയ പഠനത്തിലൊക്കെ കണ്ടെത്തിയൊരു കാര്യം അതായിരുന്നു.
പക്ഷേ ആ ഒരു അവസ്ഥ വലിയ തോതിൽ മാറി. മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് കാരണം നമ്മൾ ആദിവാസി കുട്ടികളുടെ കാര്യത്തിലും തീരദേശ കുട്ടികളുടെ കാര്യത്തിലും എന്തിന് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളെ പോലും നമ്മൾ നമ്മുടെ സ്കൂളിലേക്ക് എത്തിക്കുകയും അവർക്ക് അനുയോജ്യമായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുന്നൊരു കാര്യം നമ്മൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചോളം മുഴുവൻ കുട്ടികളും സ്കൂളിലെത്തി എന്ന് പറയാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണല്ലോ. അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ ആ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. പക്ഷേ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ കാഴ്ചകൾ തെളിഞ്ഞു വരാനുണ്ട്, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിച്ചൊക്കെ വരാനുണ്ട്. ഈ ഓരോ കുട്ടിയുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ അതെങ്ങനെ അത് പരിഗണിച്ചിട്ട് എങ്ങനെയാണ് ഒരു പഠന രീതിയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുക? അത് യഥാർത്ഥത്തിൽ എല്ലാ കുട്ടിക്കും ബാധകമാണ് ഈ പ്രശ്നം. നമ്മളിപ്പം മറ്റ് ജനറൽ കുട്ടികൾ, ഇവർ സ്പെഷ്യൽ കുട്ടികൾ എന്നുള്ള നിലക്ക് നമുക്ക് തൽക്കാലം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ കുട്ടിയെ സംബന്ധിച്ചോളം പഠനം നടക്കുന്നത് ആ കുട്ടിയുടെ കഴിവനുസരിച്ചും ആ കുട്ടിയുടെ സാഹചര്യം അനുസരിച്ചും ആ കുട്ടിയുടെ ബുദ്ധി പ്രക്രിയ അനുസരിച്ചുമാണല്ലോ. ക്ലാസ്സിൽ ടീച്ചർ 42 കുട്ടികളോടും ഒരേപോലെയാണ് സംസാരിക്കുന്നത്, ഒരേ നോട്ടാണ് കൊടുക്കുന്നത്, പരീക്ഷയ്ക്ക് ഒരേ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ പോലും ഓരോരുത്തരുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് വ്യത്യസ്തമാണ്. അതെ, വ്യത്യസ്തമാണ്. അത് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചോളമുള്ള പ്രശ്നം മറ്റ് കുട്ടികൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന അത്ര കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു കഴിവില്ല എന്ന് നമുക്ക് അറിയാം. എന്നിരിക്കെ പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഈ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റു കുട്ടികളോടൊപ്പം മത്സരിക്കാനല്ല ഈ കുട്ടിയെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത്. ഈ കുട്ടിക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കുകയും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. ആ നിലയ്ക്ക് കാര്യങ്ങൾ കാണുമ്പോൾ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം നല്ല ടീച്ചറെ സംബന്ധിച്ചോളം അവർക്കത് സാധ്യമാകും. പഴയ പോലെ ക്ലാസ്സിൽ ഇപ്പോൾ 50, 60 എന്നൊന്നും പറയുന്ന കുട്ടികളൊന്നുമില്ല. ശരാശരി ഒരു 30-ൽ താഴെയൊക്കെ കുട്ടികളെ പല ക്ലാസ് മുറിയിലുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനിടയിലുള്ള ഈ ഒരു കുട്ടിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ടീച്ചർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആ കുട്ടി പഠിക്കുന്നത് മറ്റു കുട്ടികളുടെ ഒപ്പമല്ല, മറ്റു കുട്ടികളോട് മത്സരിക്കാനുമല്ല, ആ കുട്ടിക്ക് സാധ്യമാവുന്ന രീതിയിൽ പഠിക്കുകയാണ്, ആ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി പഠിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. സർക്കാർ നയങ്ങളിൽ ഈ ഒരു മേഖലയിൽ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്, തീർച്ചയായിട്ടും. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പാഠപുസ്തകം പരിഷ്കരിക്കുമ്പോൾ, പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോഴൊക്കെയും ഈ കുട്ടികൾക്ക് വലിയ പരിഗണനകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം രവീന്ദ്ര മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് എപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നൊരു കാര്യമായിരുന്നു കുട്ടിയെ ഒരു യൂണിറ്റായി കാണണമെന്നുള്ളത്. പലപ്പോഴും ക്ലാസ്സിനെയാണ്, ഞാനൊക്കെ ഒരു അധ്യാപകനായിരുന്നു നേരത്തെ, ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ കണ്ടിരുന്നത്, ക്ലാസ്സിനോട് മൊത്തം സംസാരിക്കുകയായിരുന്നു. അതിന് പകരം ഒരു കുട്ടിയെ യൂണിറ്റായി കാണുക എന്ന് പറയുന്നത് വലിയ അർത്ഥമുള്ളൊരു സംഗതിയാണ്. അതനുസരിച്ചാണ് നമ്മൾ ഈ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പറയുന്നത്. ആ കുട്ടിയുടെ കഴിവുകൾ, ആ കുട്ടിക്ക് സാധ്യമാവുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുട്ടിയെ വെച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്. അധ്യാപകർക്ക് നിരന്തരമായിട്ട് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായി അധ്യാപകരോട് സംസാരിച്ചിട്ടുണ്ട്. വെക്കേഷൻ കാലത്തുള്ള അധ്യാപക പരിശീലനങ്ങളും അതിനുശേഷം നടക്കുന്ന ക്ലസ്റ്റർ തലത്തിൽ നടക്കുന്ന പരിശീലനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അധ്യാപക സഹായികളിലൊക്കെ തന്നെ വളരെ വ്യക്തമായി ഈ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കരിക്കുലം പരിഷ്കരണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സബ് കമ്മിറ്റികളിലെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഞാനതിലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ കൺവീനറായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഇൻക്ലൂഷൻ എന്നുള്ളതിനകത്ത് ഭിന്നശേഷിക്കാർ മാത്രമായിരുന്നില്ല, അന്ന് മറ്റെല്ലാ തരത്തിലുള്ള സാമൂഹ്യമായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന എല്ലാവരുടെയും ഇൻക്ലൂഷനെ കുറിച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഭിന്നശേഷി സമൂഹം തന്നെയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ അധ്യാപക പരിശീലനം കൊടുക്കുക, ക്ലാസ് മുറികളിൽ അതിൻ്റെ ഒരു ഓഡിറ്റ് നടത്തുക ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് പരിചരണം കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ 2000-ഓളം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുണ്ട്. അവർ വിദ്യാലയങ്ങളിൽ പോവുകയും ഈ കുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അവർക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും റെമഡിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവരാണ് ചെയ്യുന്നത്. ഒരു ടീച്ചർക്ക് അത് സാധ്യമാവുന്നുണ്ടാവില്ല. അത് വളരെ സജീവമായി തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. താരതമ്യേന ഒരു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കിയാലും മറ്റ് പല അവസ്ഥകൾ വെച്ച് നോക്കിയാലും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഇത്രയും സ്കൂളിങ്ങിൽ വിസിബിലിറ്റിയും സ്വീകാര്യതയും പിന്തുണയും ഒക്കെ കേരളത്തിൽ ലഭിക്കുന്ന പോലെ മറ്റെവിടെയും ലഭിക്കുന്നുണ്ടാവില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത് ചില സ്പെഷ്യൽ സ്കൂളുകാർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സർക്കാർ സ്കൂളിൽ ഒരുപക്ഷെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭിന്നശേഷി സമൂഹത്തിൽപ്പെട്ട മുഴുവൻ കുട്ടികളും സ്കൂളിൽ വരുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ജാഗ്രതയും ആ വരുന്ന കുട്ടികൾക്ക് സാധ്യമാവുന്ന തരത്തിലൊരു പിന്തുണയും കൊടുക്കാൻ പരിശ്രമിക്കുന്നത് കേരളം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോവിഡ് കാലത്തും ഇത്തരം കുട്ടികളെ സർക്കാർ പ്രത്യേകം പരിഗണിച്ചിരുന്നു. ഉണ്ടായിരുന്നു. ഈ കാലത്ത് കോവിഡ് കാലത്ത് ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക പരിപാടികളുണ്ടായിരുന്നു. വൈറ്റ് ബോർഡ് എന്ന പേരിൽ അവർക്ക് വേണ്ടി മാത്രമായി തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രത്യേകം ചെയ്തിരുന്നു. മറ്റു കുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളെ തന്നെ ഇവർക്ക് വേണ്ടി അഡാപ്റ്റ് ചെയ്ത് ഇവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ പരിഷ്കരിച്ച് കൊടുക്കുന്നതിന് വേണ്ടി അതിന് എല്ലാ ജില്ലയിലും വലിയ സംവിധാനങ്ങൾ വർക്ക് ചെയ്തിരുന്നു. കൈറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കൂടി ചേർന്നുകൊണ്ട് ഇവർക്കുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നതിനുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നിരുന്നു. അത് വീണ്ടും തുടരുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് പലപ്പോഴും വീട്ടിൽ വെച്ചൊക്കെ സെൽഫ് ലേണിങ്ങിൻ്റെയൊക്കെ ചില സാധ്യതകളുള്ളതുകൊണ്ട്
അത്തരം മെറ്റീരിയലുകളെ ഇനിയും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ശരി സാർ, സന്തോഷം. ഓക്കെ, സന്തോഷം.